കാസർഗോഡ് ചെറുവത്തൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദേശീയപാതയിലൂടെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ചരക്ക് വാഹനങ്ങൾ മാത്രമാണ് റോഡിലൂടെ കടത്തിവിടുന്നത്. വീരമലക്കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ദേശീയപാതയിലേക്ക് പതിച്ചത്. ചെറുവത്തൂർ വീരമലക്കുന്നിൽ കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ചരക്ക് വാഹനങ്ങൾ മാത്രമാണ് പോലീസിന്റെ മേൽനോട്ടത്തിൽ നിലവിൽ ദേശീയപാതയിലൂടെ കടത്തിവിടുന്നത്. ബസ്സടക്കമുള്ള യാത്രാവാഹനങ്ങൾ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് നീലേശ്വരം, കോട്ടപ്പുറം, കയ്യൂർ ചീമേനി, കോത്തായിമുക്ക്, കയ്യൂർ ചമ്രകാനം, പാലക്കുന്ന് വഴികളിലൂടെ യാത്ര ചെയ്യണം. അപകടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിൽ നിർമ്മാണ കരാറുകാരായ മേഗ കമ്പനി ഗുരുതരമായി വീഴ്ച വരുത്തിയതായി കണ്ടെത്തി. കരാർ കമ്പനിയുടെ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് അപകടത്തിന് കാരണം. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചു. കരാർ കമ്പനിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. വീരമലക്കുന്നിന് പുറമെ ജില്ലയിൽ അപകട സാധ്യത മേഖലയായി കണ്ടെത്തിയ ബേവിഞ്ച, തെക്കിൽ, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയോട് ഉടൻ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടും. ഉന്നതതല യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. കൈരളി ന്യൂസ്, കാസർഗോഡ്.